ആമാതിക കാട്ടിമറഞ്ഞ് ദശരഥ നാമം ഓർമ്മകള കോസലത്തിനഴകാം ഭരതൻ പ്രാണൻ നൊന്ത് അന്നു വിതുമ്പി നെഞ്ചകം അപശ്രുതി മീട്ടി ജീവന താളം എങ്ങും മറഞ്ഞു ഓർമ്മകൾ. അത് വിനോദേട്ടാ, നമ്മള് പറഞ്ഞിരിക്കാതെ തന്നെ വീണ്ടും ഓണമായി. എന്താ ചെയ്യാ, ചേട്ടൻ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാ? പുതിയ പാട്ടൊക്കെ അങ്ങനെ അത്ര വലുതായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ആകെ 1-2 പാട്ട്. ശരിക്കും എത്ര വർഷമായിട്ടുണ്ട് ചേട്ടൻ? ഞാൻ ഈ ഫീൽഡിലൊരു 40 വർഷം ഇല്ല, 38 വർഷം എന്തായാലും നമ്മളേ മുരളിയാശാന്റെ രമണനാണ് പണ്ടൊക്കെ ഓണംകളിയാക്കി കഴിഞ്ഞാൽ അന്ന് ആദ്യം കേൾക്കാം. ആ കാലത്ത് നമ്മളൊരു മത്സരപ്പാട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ രമണൻ കഥകൾ ഗ്യാപ്പിൽ അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞ രമണനൊക്കെ ഇന്നും അതും ആരും പാടുന്നില്ല. ഇന്നലെ ടൈമില്ല. അന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 മണി തൊട്ട് പുലർച്ചെ 2 മണി വരെയാണ് കളി. ഇത്ര സമയം കളിയുണ്ട്. അപ്പോൾ മത്സരപ്പാട്ട് കഴിഞ്ഞാൽ നമ്മൾ രമണിലേക്ക് കിടക്കും. അപ്പോൾ രമണൻ 1-2 രമണനും അതുപോലെ കുറച്ച് പോരുപാട്ട് അങ്ങനെയുള്ള രസകരമായ പ്രണയഗാനങ്ങളും രമണൻ്റെ ആയിട്ടൊക്കെ പാടി. രമണന്റെ മുരളിയാശാന്റെ പാട്ടും പാടിയിട്ട മുരളിയാശാന്റെ ഗാനങ്ങൾ പറഞ്ഞ, അതായത് ബിജു പാടിന്റെ ചേട്ടനും പാടി കേട്ടിട്ടുണ്ട്. ഒരു രമണനും പ്രിയമോദനും 2 പേര് ഞാൻ പാടും. ഒരു രമണൻ തന്നെയാണ്. കരളിൻ്റെ കരളായി കുളിർ ചൂടി പുലർക്കാലെ കണി കാണാൻ വരുമെൻ്റെ കളിത്തോഴൻ, ഒരു പ്രേമഗാനമായി വരികില്ലേ ഈ വഴി, ഒരു നോക്കു കാണുവാൻ വിതുമ്പിയൻ മനം, മിഴി നട്ടു കാത്തിരിപ്പു നിന്നെ ഞാൻ വഴിവക്കിൽ നോക്കി നിൽക്കുമെന്നും, വലയിൽ പിടഞ്ഞ പരൽ മീൻ പോൽ എൻ്റെ ഇടനെഞ്ചൊന്നിടറുന്നു തോഴി, അതരം കൊണ്ടതരത്തിൽ മധുരം ഞാൻ പകർന്നിടാം, അനുരാഗമാണവനിൽ പ്രിയത്തോഴി, കരളിൻ്റെ കരളായി കുളിർ ചൂടി പുലർക്കാല് കണി കാണാൻ വരുമെൻ്റെ കളിത്തോഴൻ. പ്രണയമാണ്. പ്രണയത്തിലങ്ങടെ നമ്മളങ്ങട് ചാലിച്ചെടുക്കും. മുരളിയാശാന്റെ ഒരു സംഭവം അത് ചേട്ടാ. അതുപോലെ തന്നെ എന്നിൽ പൂത്ത മോഹം, രമണൻ, ആകാശാന്റെ ഗാനങ്ങളാണ്. മുരളിയാശാന്റെ നല്ലൊരു ഗാനമാണ് പ്രണയം. ഒന്ന് പാട്. എന്നിൽ പൂത്ത മോഹങ്ങളാലേ ഞാൻ നിന്നിൽ ചൂടുകില്ല എന്നോമലേ, എത്ര സങ്കൽപ്പങ്ങൾ എന്നെ വാരിപ്പുണർന്നു, എന്നിൽ വന്ന സൗഭാഗ്യങ്ങൾ എല്ലാം മണ്ണിലുടഞ്ഞു, ഇന്നു നീയൊരഴകായി എന്നിൽ നിന്നു മറഞ്ഞു, എന്നിൽ പൂത്ത മോഹങ്ങളാലേ ഞാൻ നിന്നിൽ ചൂടുകില്ല എൻ ഓമലേ. രസകരമായ പിന്നെ നമ്മുടെ ഈ രംഗത്തുനിന്ന്, അത് ഓണക്കളി രംഗത്തുനിന്ന് ഈ അടുത്തിടെ തന്നെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറെ സുഹൃത്തുക്കളാണ്, ഗുരുക്കന്മാരാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ആളാണ് സദാനന്ദേട്ടൻ അല്ലേ? സദാനന്ദേട്ടൻ നല്ല കുറച്ച് ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതില് നമുക്ക് മനസ്സിലുമായാത്ത നല്ല ഹിറ്റ് ഗാനങ്ങൾ തന്നെ ആയിരുന്നു ആൾ എഴുതി വെച്ചിരുന്ന ഗാനങ്ങൾ. അതിലിപ്പോ ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അതിലൊരു 2 പേര് പാടാം. മറക്കില്ല മരിച്ചാലും എൻ ജീവനിൽ, മറക്കുവാൻ കഴിയാത്ത പാഴ്ജന്മം ഞാൻ,
ഓർമ്മകളിൽ ഓമനിക്കുവാൻ തരുമോ ഇനിയൊരു പുതുപൂക്കാലം? ആ പൂക്കളിൽ തേന്നുകർന്നിടാൻ വരുമോ ഇനി ഇന്നൊരു മധുശലഭം? മതിയോളം മധു നുകരേണം മതിയെന്നരുതരുത് വരിവണ്ട്. മറക്കില്ല മരിച്ചാലും എൻ ജീവനിൽ മറക്കുവാൻ കഴിയാത്ത പാഴ് ജന്മം ഞാൻ. എന്താ അല്ലേ? പിന്നെ അതേപോലെ പിന്നെ സുരേന്ദ്രൻ കണ്ണൂക്കാട്. ആ കണ്ണുകടൻ നല്ലൊരു എഴുത്തുകാരൻ, നല്ല നിരവധി കാവടിക്കും അങ്ങനെ മറ്റുള്ളവർക്ക്. ഞാനൊരിക്കൽ വലിയൊരു വിക്രി ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഒരു ട്യൂണിട്ടിട്ട് ആള് അതിന് വരി എഴുതി. സനീഷാണ് പാടിയത്. ദേവകന്യക പോലെ നീ ദേവസുന്ദരിയാരു നീ മധുരിമയേറും പൂങ്കാറ്റായി പടരാനെന്നിൽ മോഹമായി. ഇങ്ങനൊരു പാട്ട്. എൻ്റെ ഫസ്റ്റ് പേര് എനിക്ക് അറിയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചേട്ടാ, നമ്മളെ ഇങ്ങനെ വിട്ട് പിരിഞ്ഞ് പോയാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗായകൻ മധുചേട്ടനാണ്. മധുചേട്ടൻ്റെ ഒരു പാട്ട് ചേട്ടൻ ട്യൂൺ ചെയ്തില്ലേ? ട്യൂൺ എന്ന് പറഞ്ഞാൽ അതിനെ കുറെ ചിട്ടപ്പെടുത്തി കൊടുത്തത്, ഏകദേശം ചിട്ടപ്പെടുത്തി കൊടുത്തത് നമ്മൾ തന്നെയാണ്. അവര് അനുപല്ലവിയും അതിനെ കുറച്ച് പല്ലവരും ചെറിയൊരു കേസ് കൊണ്ടാണ് അവർ വന്നത്. അപ്പൊ അതിന് പാട്ടാക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ്. ആളുടെ കരിമുകില് എന്നുള്ള ഒരു ഗാനം പാടട്ടെ. നമ്മള് ഞാൻ ചിട്ടപ്പെടുത്തിയതിന് കുറച്ച് മാറ്റം പറ്റി പാടിയിട്ടുണ്ട് അവര്. മറ്റേ നമ്മളിൽ വരുന്നത് നമ്മുടെ വേറെ റേഞ്ചാ. അതാണ്. കരിമുകിലേ കരയാൻ മറന്നോ ഇനിയും ഈ അകതാരിൽ ഋതുമാറുമോ? അമ്മ എന്തിനു ഈ മിഴിനീരിൽ പഴയ പാട്ടിന്റെ ശീലു പകർന്നു? രാമനൊന്നും തിരിച്ചറിഞ്ഞില്ല, താതവാക്യങ്ങളെ പഴിച്ചില്ല. കാടുരാമനെ കാത്തരുളില്ലേ, നാടിനെന്നും ഈ പ്രാർത്ഥനയില്ലേ? ഇതു വിധിയാ ഞാൻ പോകയാ, ഇനിയും അമിനമെണ്ണി കഴിയായിവൻ. കരിമുകിലേ കരയാൻ മറന്നോ ഇനിയും ഈ അകതാരിൽ ഋതുമാറുമോ? പിന്നെ പറയാനുള്ളത് പ്രതിഭേട്ടനാണ്. പ്രതിഭേട്ടൻ എന്നും അതെ ഓണക്കളിയെ ജനകീയമാക്കിയ 3 പേരാണ്. ഒന്ന് പ്രതിഭേട്ടൻ, വിനോദേട്ടൻ, ബിജു പുലിപ്പാറ. നിങ്ങളുടെ ആ ഒരൊറ്റ കൂട്ടുകെട്ടിലാണ് ഒരുപാട് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ള പ്രചോദനമൊക്കെ കിട്ടിയത് നിങ്ങളുടെ പാട്ടുകളാണ്. ആ പ്രതിഭേണ്ട രചന, പിന്നെ നിങ്ങൾ ആ പാടുന്ന ശൈലി, ആള് നമ്മൾ വിട്ട് പോയാൽ വളരെ പ്രതിഭേണ്ട ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഓർമ്മയുണ്ടോന്നറിയില്ല. ഹേ രാഘവ ദശരഥ നന്ദന എന്നുള്ളത് ഓർമ്മ അനുസരിച്ച് നോക്കും. വർഷങ്ങളായി പാടിയിട്ടുണ്ട്. ഹേ രാഘവ ദശരഥ നന്ദന ഇന്നീ കളീനി തീരുമെടാ, നിൻകാലനെ കൊണ്ടിന്നിവളെത്തും അരനാഴികയിൽ. ഹേ രാഘവ ദശരഥ നന്ദന ഇന്നീ കളീനി തീരുമെടാ, നിൻകാലനെ കൊണ്ടിന്നിവളെത്തും അരനാഴികയിൽ. ഗോദാവരി തീരത്ത് പുൽമേഞ്ഞൊരു കുടിലിൻ്റെ അരികിലതന്ന് നിണമൊഴുകും മേനി വിറച്ച് തളിരിത കുളിലത കരളു പിടച്ച്. ഹേ രാഘവ ദശരഥ നന്ദന ഇന്നി കളീനി തീരുമെടാ, നിൻകാലനെ കൊണ്ടിന്നിവളെത്തും അരനാഴികയിൽ. എന്തല്ലേ നല്ല ഇരമ്പമായിരുന്നു. നല്ലൊരു പഞ്ചുള്ള ഗാനങ്ങളായിരുന്നു അതൊക്കെ. പാടാനും കളിക്കാനൊക്കെ നല്ല അവരൊക്കെ നമ്മളല്ലാതെ മറ്റൊരാളും ഓർക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ പലർക്കും ഓണക്കളിയെ തന്നെ ഒരു കലയിട്ട് അംഗീകരിക്കാൻ തന്നെ
വലിയ പ്രയാസമുള്ള ആളുകളുണ്ട്. ഓണക്കളിയാ എന്താ ഇതിൽ സംഗീതമില്ലേ, നൃത്തമില്ലേ, ഇത്ര ജനങ്ങളായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരു വേദിയിൽ വരാമെന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കുക. വേറെ പിന്നെ ഇതിനോടൊപ്പം നിൽക്കുന്ന ഒരു കളി തിരുവാതിരക്കളിയാണ്. ഈ ഓണക്കളി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കാണുന്നവർക്കൊക്കെ ഒരു രസമായിരിക്കും. പക്ഷെ അതിൻ്റെ പിന്നമ്പുറം കുറേ ബുദ്ധിമുട്ടുകളാണ്. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് 50ഉം 60ഉം പേര് ഉള്ളൊരു ടീമായിട്ടാണ് ഒരു ഓണക്കളി ടീം വരുന്നത്. അത് ഇവരെല്ലാവരും ഒരു ഒറ്റ കൊടക്കീഴിൽ നമ്മൾ ഒത്തുചേർത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണത്. അത് വന്നാലും അത് നമുക്ക് ഇതിൽ നിന്ന് വേറെ വരുമാനത്തിന് വേണ്ടിയൊന്നുമല്ല. നമ്മൾ ആ കലയോടുള്ള സ്നേഹം അതാണ് ഇന്നും നമ്മളിൽ നിലനിൽക്കുന്നത്. പിന്നെ നമ്മളെ രാമാവതാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാസറ്റില് നമ്മൾ ഒരുമിച്ച് സുകേഷ് മോഹൻ എഴുതിയ ഗാനം തന്നെയായിരുന്നു. അത് അതൊരു നല്ലൊരു ഗാന ഓർമ്മകളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതും വളരെ പലവരും വിളിച്ച എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനങ്ങളുടെ വരികളും അതിൽ നല്ല നല്ല ചില വരികളും ഇവിടെ ചങ്കിലുള്ള വരികളുണ്ട്. അതൊക്കെ പറഞ്ഞു പല സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട്. രണ്ടു വരി പറയാറുണ്ട്. ഓർമ്മകളുണ്ടോന്നോ അതിനോട്ട്. ഓർമ്മകൾ എൻ ജീവനിൽ തേങ്ങലായി ഞാനേകനായി. ഓർമ്മകൾ എൻ ജീവനിൽ തേങ്ങലായി ഞാനേകനായി. രാമാദികൾ കാട്ടിൽ മറഞ്ഞ് ദശരഥ നാമം ഓർമ്മകളായി. കോസലത്തിനഴകാം ഭരതൻ പ്രാണൻ നൊന്തു അന്നു വിതുമ്പി. നെഞ്ചകം അപശ്രുതി മീട്ടി ജീവന താളം എങ്ങു മറഞ്ഞു. ഓർമ്മകൾ എൻ ജീവനിൽ തേങ്ങലായി ഞാനേകനായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടത്. വിനോദേട്ടാ, നമ്മളൊരു പാട്ട് ചെയ്തിട്ട് കാസറ്റിൽ നമ്മുടെ പേരല്ല വന്നത്. ലിറിക്സ് എൻ്റെ പേരിലുമല്ല, സംഗീതം ചേട്ടൻ്റെ പേരിലല്ല, പാടിയതും ചേട്ടനാണ്. അത് ആരാന്നറിയില്ല. അത് മനോജ് ശങ്കറാണ് പാവം ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്തത്. നല്ലൊരു പ്രണയഗാനം ആയിരുന്നു അത്. അത് മനോജ് ശങ്കറിന്റെ അടുത്ത് വേറെ ആരെന്തോ കൊണ്ടുപോയിട്ടുണ്ട്. അത് ആ ഒരു പാട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് പാടട്ടോ. എന്നിൽ വന്നു ചേരാൻ നിന്നിലെന്തേ താമസം. പൊന്നേ നിന്നിലണിയാൻ മുല്ലമലരായി ഞാൻ. എൻ സങ്കൽപ്പവാടി മൃദുമന്ദഹാസമായി നീ. കണ്ണിൽ മിന്നും താരാ ജാലമെന്നിൽ ചേർക്കുമോ. ചുണ്ടിൽ വന്ന രാഗം എൻ്റെ കാതിൽ മൂളുമോ. എന്നിൽ വന്നു ചേരാൻ നിന്നിലെന്തേ താമസം. പൊന്നേ നിന്നിലണിയാൻ മുല്ലമലരായി ഞാൻ. എനിക്ക് നമ്മളൊരുമിച്ച് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടാട്ടോ. ഒരു പ്രത്യേക ഇഷ്ടമാണ് ആ പാട്ടിനോട്. ഒരു നല്ല പ്രണയമായിരുന്നു അത്. നല്ലൊരു നല്ലൊരു സോങ് ആയിരുന്നു ചേട്ടാ. പ്രദീപേൻ്റെ ഒരുപാട് പാട്ടുകൾ, അതായത് നിങ്ങൾ ചെയ്തൊക്കെ ഹിറ്റുകളാണ്. ഒരെണ്ണം പോലും പതിരില്ല എന്ന് പറഞ്ഞ പോലെ. അത് അത്രയും നല്ല പാട്ടുകൾ ചെയ്ത ആളുകളാണ് പ്രദീപേട്ടനും വിനോദേട്ടനും. മ്യൂസിക്കും രചനയാണോ മ്യൂസിക്കാണോ അത് തമ്മിലുള്ളൊരു മത്സരമായിരുന്നു നിങ്ങളുടെ പാട്ടുകൾ. അതിന്നും ജനഹൃദയങ്ങളിൽ തത്തി കളിക്കുന്ന പാട്ടുകളാണ്. അതിൽ എന്താ പറയുക, താരാട്ട് പാട്ടില് ഒരു സീതയുടെ ദുഃഖമാണത്. അത് അതില് പേറ്റുനോവ് പ്രത്യേക
പേറ്റുനോവിൻ മാത്രകളിൽ മാർച്ചുരത്തും ഇളം പാലിൽ ചുണ്ടുകൾ മുത്തിക്കരയും പിഞ്ചു കാതലേ കരയാതിരിക്കി മാരിവില്ലണ്ടോ മനെ മലമേലെ അമ്പിളി പൂത്തു മഞ്ഞു പൊഴിഞ്ഞു കുളിരല വീണു അല തല്ലും മനസ്സു കരഞ്ഞു അറിയാതാ മിഴിമലരു നിറഞ്ഞു അറിയില്ല ശ്രീരഘുവരന് ഇങ്ങനെ ഒരു വിധി നൽകരുതരുത് പേറ്റുനോവിൻ മാത്രകളിൽ മാർച്ചുരത്തും ഇളം പാലിൽ ചുണ്ടുകൾ മുത്തിക്കരയും പിഞ്ചു കാതലേ കരയാതിരിക്കി മാരിവില്ലണ്ടോ മനെ അച്ഛനെ തേടി കരയുന്നോ ഇങ്കു കുറുക്കി കഴിക്കാഞ്ഞാണോ കോസലത്തിൽ അന്തപുരത്തിൽ ഓടിയോടി കളിക്കാഞ്ഞാണോ ആരുണ്ടൊരു സാന്ത്വനമേകാൻ മകനെ ലവനെ ഇനി കരയകലെ ജനകപുരത്തിൽ അമ്മ ജനഗജയായി വളർന്നമ്മ രാമദേവനെ മാലയിട്ടടായി അമ്മ ശ്രീദേവനെന്നെ കാട്ടിലാക്കി പൊന്മകനേ പേറ്റുനോവിൻ മാത്രകളിൽ മാർച്ചുരത്തു ഇളം പാലിൽ ചുണ്ടുകൾ മുത്തിക്കരയും പിഞ്ചു കാതലേ കരയാതിരിക്കി മാരിവില്ലണ്ടോ മനെ അടിപൊളി. പിന്നെ വിനോദം കേട്ടോ, നമ്മൾ ഒരുമിച്ച് ചെയ്തതിൽ ചേട്ടൻ്റെ കുറേ നല്ല നാടൻ പാട്ടുകൾ എഴുതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം അതിൽ ചന്ദനപ്പുഴ എന്നുള്ളത് വലിയ ഹിറ്റ് പാട്ടാണ്. എല്ലാവരും ഒന്നൊന്നിനും ഗുണമായിരുന്നു. പാട്ടുകളൊക്കെ ഒന്നും മോശമല്ലാത്തുള്ള ജനങ്ങൾ അംഗീകരിച്ച ഗാനങ്ങളായിരുന്നു. അതിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മോശമായിട്ടായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരുവിധം അല്ല ജനങ്ങളാണത് അവരാണത് നമുക്ക് അതിനുള്ളത് തരുന്നത്. അപ്പം അതിനൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ ചന്ദനപ്പൂവഴകേ ചന്തത്തിലാടാൻ വാ ചെമ്പട്ടുടുത്തൊരു ചെമ്പനി പൂവിന് കുങ്കുമം ചാർത്തും കാവി കണ്ണകിയാടി തെളിയട്ടെ ചന്ദനപ്പൂവഴകേ ചന്തത്തിലാടാൻ വാ ചെമ്പട്ടുടുത്തൊരു ചെമ്പനി പൂവിന് കുങ്കുമം ചാർത്തും കാവി കണ്ണകിയാടി തെളിയട്ടെ നീർമിഴിക്കണ്ണഴകേ എന്തൊരു ചന്താടി താമരയല്ലിയിൽ മാനത്തെ ചന്ദ്രിക പീലി എഴുതും നല്ല കാവിലെ നെയ്ത്തിരിയല്ലേ നീ കുങ്കുമപ്പൂവിരിയും താഴ്വര കണ്ടോളെ കൈലാസ പൊന്മുടി പൂത്തുലഞ്ഞാടിയ പെണ്ണിൻ കരുത്തെ വാടാത്ത പൊന്നിൻ കതിരല്ലേ ചന്ദനപ്പൂ അഴകേ ചന്തത്തിലാടാൻ വാ ചെമ്പട്ടുടുത്തൊരു ചെമ്പനി പൂവിന് കുങ്കുമം ചാർത്തും കാവിൽ കണ്ണകിയാടി തെളിയട്ടെ. പിന്നെ ആടിപ്പൂമുടി അതും ആടിപ്പൂമുടിയാടും കാവിൽ ആട്ടപ്പൂ മലരേ വട്ടപ്പൂമുടിയാടും കാവിൽ തെച്ചിപ്പൂ അഴകേ തെരുറയാണ് നേരുണരാണ് കാവിലമ്മ ഉണരേ തെരുറയാണ് നേരുണരാണ് കാവിലമ്മ ഉണരേ ആടിപ്പൂമുടിയാടും കാവിൽ ആട്ടപ്പൂ മലരേ വട്ടപ്പൂമുടിയാടും കാവിൽ തെച്ചിപ്പൂ അഴകേ ചെമ്പട നേർത്താളം ആടും കണ്ണകി മീനച്ചൂടിലും ഏഴഴകേ വാർമുടിയാടുന്ന പൊൻകതിരിന് പട്ടുടുത്തിന്ന് നൂറഴകേ പച്ചപ്പൊൻ കുരുത്തോല കണ്ണിന് ആടും പൂക്കുടച്ചേലഴക് തന്നരം പാടണ കാവിലിന്ന് കാലമാറാടുന്നൊരമ്മേ
പൊൻതിങ്കൾ കാല ചാർത്തും നല്ലച്ഛൻ പാരിൽ ചേർത്തൻ്റെ അമ്മേ എൻ്റെ നാടുണർത്തി എന്നമ്മേ ആടിപ്പൂ മുടിയാടും കാവിൽ ആട്ടപ്പൂ മലരേ വട്ടപ്പൂ മുടിയാടും കാവിൽ തെച്ചിപ്പൂ അഴകേ ചതിയറിയാതവനിയെ വിധിയരുളിയ ഭഗവാനേ ലക്ഷ്മണരേഖയിൽ ഒരു കഥ നടമാടി രാമ രാമ ചതിയറിയാതവനിയെ വിധിയരുളിയ ഭഗവാനേ ലക്ഷ്മണരേഖയിൽ ഒരു കഥ നടമാടി രാമ രാമ മാമുനിമാർ വാഴ്ത്തിടും അയോധ്യ മാതളം അതുമെന്നും അയോധ്യ ഏഴഴകാണെന്നും അയോധ്യ ഏഴ് സ്വരങ്ങൾ വിടർന്നൊരയോധ്യ കൈകേയി കയമതിലെറിയെ വെള്ളിടി വെട്ടി തകർന്നൊരയോധ്യ ഇനി നെഞ്ചകമനം ഉണരുന്നൊരു നാളം തെളിയുണരേ പിഞ്ചു പാദമന്ന് ഞാൻ സ്വന്തമാക്കി ആങ്കണം ചതിയറിയാതവനിയെ വിധിയരുളിയ ഭഗവാനേ ലക്ഷ്മണരേഖയിൽ ഒരു കഥ നടമാടി രാമ രാമ. അങ്ങനെയാണ് ഞാൻ എത്തിയത് ഈ ഒരൊറ്റ പാട്ടില്. എനിക്ക് ആദ്യമായിട്ട് എഴുതിയ പാട്ടും അത് തന്നെയായിരുന്നു. ആ പാട്ടും വിജയിച്ചു. അപ്പൊ ചേട്ടനും മധുചേട്ടനും പ്രദീപേട്ടനും ഒരുമിച്ച് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതില് നിങ്ങളെ ഉണ്ടായപ്പോ ഭയങ്കരമായിട്ടുള്ള ഹിറ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഈ ഓണക്കളിനെ സംബന്ധിച്ച് മറ്റേ പ്രദീപേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, തുള്ളി തുള്ളി പായും സരയൂ എന്നുള്ളത്. ചേട്ടൻ്റെ മ്യൂസിക് മധുചേട്ടൻ പാടി. അത് അസാധ്യമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിന്റെ ഒരു അറിയാവുന്ന തുള്ളി തുള്ളി പായും സരയു മെല്ലെ മെല്ലെ ഒഴുകൂ കരളേറ്റു കൊണ്ടുപോകും അള്ളിയാമ്പലുണ്ടോ. തുള്ളി തുള്ളി പായും സരയു മെല്ലെ മെല്ലെ ഒഴുകും കരളേറ്റു കൊണ്ടുപോകും അള്ളിയാമ്പലുണ്ടോ. ലവന് മകുടം വിധിയാവണ്ണം രാമൻ നൽകിയ ആനന്ദം ലക്ഷ്മി വിളങ്ങാൻ ദീപം തെളിയെ രാജധാനി പതിയെ ഉണരെ ലവനു ഭാഗ്യമായി രാമകലകളായി താരും തളിരും പോലെ പുതിയ പൂനിലാവായി തുള്ളി തുള്ളി പായും സരയു മെല്ലെ മെല്ലെ ഒഴുകൂ കരളേറ്റു കൊണ്ടുപോകും അല്ലിയാമ്പലുണ്ടോ. ഇത് മനോഹരമാണ് കേട്ടോ, രസമുള്ള പാട്ടുകളൊക്കെ. ചേട്ടാ, നമ്മുടെ അനി ഞാലക്കോട്ടയില്ലേ, ഇപ്പൊ അതായത് ഞാൻ എഴുതിയ പോലെ തന്നെ അവനും ചേട്ടൻ ഒരുപാട് പാട്ടുകള് ഹിറ്റുകള് അനവധി ഗാനങ്ങൾ ആളും എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അല്ല ഇപ്പൊ നമ്മള് തന്നെ കർണന്റെ പടാന്നുള്ള അത് ആദ്യം ചേട്ടൻ എന്നോട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പ്രാസം വെച്ച് എഴുതണമെങ്കിൽ ഇത് അനി വേണം, അനിക്കത് പറ്റുള്ളൂ. ആ ട്യൂണ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. അങ്ങനെ അനി എഴുതി ആ പാട്ട് ഹിറ്റായി. 2 പാട്ട്, രാവണനും എഴുതി കർണനും എഴുതി. രാവണനും കർണനും എഴുതി. അതിലിപ്പോ ആ ടോണിൽ തന്നെയാണ് 2 എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതില് രാവണനെ നമ്മുടെ മെമ്മറിലുള്ള രാവണനാണ്. അപ്പൊ രാവണൻ കുറച്ച് പാട്ട് തകർക്കണം പട തടുക്കണം തലയെടുത്തു പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനു മുമ്പിൽ എല്ലാം ഒടുങ്ങണം
ശൂരരവരത് പല ശരമതിൽ പിടയണ് സുഗ്രീവാദികൾ രാമനിൽ ചേർന്ന് കബിക്കുല ബലം അതിൽ അസുരര് പൊടിയണ് യുദ്ധം ഭീകരമായി തുടർന്ന് അതികായൻ മുതൽ അതിബലമുള്ളവർ മൃതിയിൽ ഒന്നൊന്നായതു വീണ് പടക്കളം അതിലൊടുക്കണം പല കണക്കുകൾ ഇനി വിളക്കണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം പക പുകഞ്ഞു തീയായി ലങ്കയ നാളെ വിഴുങ്ങണം തകർക്കണം പട തടുക്കണം തലയെടുത്തു പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനു മുമ്പിൽ എല്ലാം ഒടുങ്ങണം. അസാധ്യ രചനയാണ് രക്ഷയില്ലാത്ത രചന. എനിക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട്. എന്തായാലും ഇത്ര നേരം നമ്മൾ തമ്മിലൊരു സൗഹൃദ സംഭാഷണം ചെയ്യാൻ കഴിഞ്ഞ് അപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒരു ലാസ്റ്റ് ഒരു പാട്ട്, അതിനു മുമ്പ് 2 വാക്ക് കൂടി ഉണ്ട്. അതായത് ചേട്ടൻ മണിച്ചേട്ടന് വേണ്ടി, നമ്മുടെ മണിച്ചേട്ടന് വേണ്ടി, കലാഭവൻ മണിക്ക് വേണ്ടി ഒരു പാട്ട് ഈണം കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് അവസാന ഗാനം പ്രദീപ് എഴുതിയിരിക്കുന്നത് പ്രദീപേട്ടൻ എഴുതിയ പാട്ട് എഴുതിയാണ്. എൻ്റെ സംഗീതം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുത്തത്. ജനങ്ങൾ ഏറ്റെടുത്തൊരു ഗാനം തന്നെയാണ് അത്. രണ്ടുപേരും പാടും. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലേ തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലേ ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതെ ഉറങ്ങുന്ന രാവ് അന്നല്ലോ പെണ്ണ് ചിരുത വേദനയോടെ പെറ്റവനെ തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലേ തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലേ 28 കെട്ട് കെട്ടുമ്പോൾ കുട്ട വിളി ഉയരുമ്പോൾ ഉപ്പും പുളി ചേർത്ത് കുഴച്ച് നൊട്ടി നുണഞ്ഞി ചിരിച്ച കുട്ട തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലേ തല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലേ.